ഹലോ ഫ്രണ്ട്സ്, പരകായം യുവ എഴുത്തുകാരിൽ ഏറ്റവും പ്രശസ്തരായ യുവ എഴുത്തുകാരിൽ ഒരാളായ ആസിഫ് എന്ന എഴുത്തുകാരൻ എഴുതിയ ഏറ്റവും പുതിയ നോവലുകളിൽ ഒരെണ്ണം പരകായം. പരകായം ഞാൻ ഇന്നലെ ആണ് വായിച്ചു തീർക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് പരകായം വായിച്ചു തീർന്നു. അതിന് 2 ദിവസം മുമ്പ് 2 നോവലുകൾ വായിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെയാണ് പരകായം തീരുന്നത്. 225 പേജായിരുന്നു. ഒരാഴ്ച എടുത്തു മൊത്തം വായിച്ചു തീർക്കാൻ. ഒരുപാട് സമയമെടുത്ത് വായിച്ചു തീർത്ത ഒരു നോവലാണ് പരകായം എന്ന് പറയുമ്പോൾ. നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് പരകായം ഒരാളുടെ ബോഡി സ്ലാപ്പിങ്, അല്ലെങ്കിൽ ബോഡി വിട്ട് മറ്റൊരു ബോഡി കയറുന്നു, രംഗപ്രവേശം, അതൊക്കെയാണ് നമ്മളുടെ ഒരു പരകായം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതല്ല ഈ കഥയിലെ പരകായം. ദിസ് ക്രൈം ത്രില്ലർ സ്റ്റോറിയാണത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കുറ്റാന്വേഷണം. നമ്മൾ ഒരു കുറ്റാന്വേഷണ കഥ വേണ്ടുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം. ഒരു സീരിയൽ കില്ലർ ഉണ്ടാവും. പുള്ളി കുറേ പേരെ കൊല്ലും, ഒരേ പാറ്റേണിൽ തന്നെ കൊല്ലുമ്പോൾ അത് അന്വേഷിച്ച് എന്തായാലും ഒരു പോലീസുകാരൻ കാണും. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് കഥാപാത്രങ്ങൾ. പിന്നെ അതിനെ തുടർന്നുകൊണ്ട് ചിലപ്പോൾ വരാൻ സാധ്യതയുള്ള നമുക്കറിയാം. അന്വേഷണങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഫ്ലാഷ് ബാക്ക് സ്റ്റോറികൾ. അതേപോലെ വില്ലൻ എന്തായാലും ഒരു കാറ് കാണും, ഒരു പഴയ മോഡൽ വണ്ടിയായിരിക്കും. ഇതിലുമുണ്ട് ഒരു പഴയ മോഡൽ കാറാണ്, ഒരു കോണ്ടസ കാറ്. ആ കാറിനകത്താണ് പുള്ളി വരുന്നത്. അതേപോലെ ഒരുപാട് സ്ത്രീകളെയാണ് ഇതിനകത്ത് പുള്ളി മെയിനായിട്ട് ടാർഗറ്റ് ചെയ്ത് കൊല്ലുന്നത്, സീരിയൽ കില്ലർ. പിന്നെ വളരെ രക്തരൂക്ഷിതമായിട്ടുള്ളൊരു കഥ. തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇമേജസ് ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. രക്തരൂക്ഷിതമാണ് മൊത്തം. ഇങ്ങനെ ബ്ലഡ് കലർന്ന് കിടക്കുന്ന ഒരു സ്റ്റോറിയായിട്ട് എനിക്ക് തോന്നി പരകായം. ക്രൈം ത്രില്ലർ, ഒരു പക്ക സൈക്കോ ത്രില്ലർ കഥ. അതിലുപരി ഇതിലെ എഴുത്തും അതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ തന്നെ ആസിഫ് ഇതിനെ വളരെ നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് അവതരിപ്പിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഒരു കൊലപാതകം നടക്കുന്നതിന് പിന്നിൽ ആ മരിച്ചുപോയ മനുഷ്യർ മരിച്ചു പോകും. പക്ഷേ അവരുടെ റിലേറ്റീവ്സായിട്ട് ആൾക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവരുടെ മാനസിക സംഘർഷങ്ങൾ, അവർക്ക് പിന്നെ അവരുടെ പിന്നീടുള്ള ജീവിതം, പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു, ഇതിനെയാണ് പരകായം എന്ന് പറയുന്ന നോവൽ എടുത്തു കാണിക്കുന്നത്. അതേപോലെ തന്നെ ക്ലൈമാക്സിൽ കൊണ്ടിട്ടൊരു കിടിലൻ ട്വിസ്റ്റും കൂടെ തരുന്നുണ്ട്. നമുക്ക് ആ ക്ലൈമാക്സോട് അടുക്കുന്ന ഏകദേശം 27 അധ്യായങ്ങളുണ്ട് നോവലിന്. അതിൽ 25-26 അധ്യായം അടുക്കുമ്പോഴേ ക്ലൈമാക്സ് അടുക്കും. അത് ഇച്ചിരി കിളി പാറുന്ന ക്ലൈമാക്സ് ആണ്. പെട്ടെന്നൊന്നും അങ്ങോട്ട് മനസ്സിലാകത്തില്ല. ചിലപ്പോൾ ആ അധ്യായങ്ങൾ ഒരു 5-6 വട്ടം വായിച്ചാൽ മാത്രമേ ക്ലൈമാക്സ് പിടികിട്ടത്തുള്ളൂ. എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നി. എനിക്ക് ഒറ്റ വട്ടം വായിച്ചിട്ട് ക്ലൈമാക്സ് മനസ്സിലായില്ല. അതുവരെ കണ്ട ഒരു സ്റ്റോറിയിൽ നിന്ന് ഞാൻ പിന്നെ ലാസ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ ഒന്നുകൂടെ വായിച്ച് നോക്കിയപ്പോഴാണ് അത് ക്ലാരിഫൈ ആയത്. കഥയൊന്നും സ്പോയിൽ ചെയ്യുന്നില്ല, പക്ഷേ വളരെ ഒരു എൻ്റർടൈനിങ് നോവലാണ് പരകായം. ഇതിലെ കഥ ഒരു വെറൈറ്റി കഥയായിട്ട് തന്നെ തോന്നി. ഒരു മൂവി കണ്ടിരിക്കുന്ന പോലെ നമുക്ക് വായിച്ചിരിക്കാം. എല്ലാം വിഷ്വൽ ഇമേജറികളാണ് ഈ നോവലിനകത്തുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ പബ്ലിക്കേഷൻ നടത്തിയിരിക്കുന്നത് മാനവത പബ്ലിക്കേഷൻസ് ആണ്. വളരെ മനോഹരമായിട്ട് അതിനകത്ത് കവർ പേജ് തയ്യാറാക്കിയ ആളുടെ പേരില്ല. വളരെ മനോഹരമായിട്ടൊരു കവർ പേജ് തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു റെഡ് കളർ, അതിനകത്ത് ഒരു സ്ത്രീ ഒരു പുരുഷനും അപ്പുറവും ഇപ്പുറവും മുഖം തിരിഞ്ഞ് നോക്കി നിൽക്കുന്ന ഒരു രീതിയിൽ ഒരു കവർ പേജ്. അതിൻ്റെ ബ്ലർബ് മനോഹരമാണ്. എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു നോവൽ. ഞാനിത് മനസ്സുകൊണ്ട് തിരഞ്ഞെടുത്ത, എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുത്ത ഒരു നോവലല്ല വായിക്കാൻ. ഞാൻ കടയിൽ സത്യത്തിൽ വേറെ ഒരു നോവൽ തപ്പി ചെന്നപ്പോൾ അവിടെ ഒരു 5-6 നോവലുകൾ ഇരുന്ന കൂട്ടത്തിൽ ഞാൻ ഉദ്ദേശിച്ച ആ കടയില്ലായിരുന്നു. പകരം ഈ നോവൽ ഞാൻ തിരഞ്ഞെടുത്തു. ഞാൻ ചുമ്മാ മനസ്സില്ലാതെ കൊണ്ടുപോയി വായിച്ചതാണ്. പക്ഷേ നമ്മളൊരു 5-6 അധ്യായം വായിച്ചിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബാക്കി അധ്യായങ്ങൾ നമ്മൾ നിർത്താതെ വായിക്കും, അല്ലെങ്കിൽ നമ്മൾ സമയം അതിനായിട്ട് കണ്ടെത്തി നമ്മളത് വായിക്കും. അങ്ങനത്തെ ഒരു നോവലാണ് ഈ പരകായം. വളരെ ഗംഭീരം എന്ന് തന്നെ പറയാം. പിന്നെ ഇതിനകത്ത് നെഗറ്റീവ്സ് ആയിട്ടൊന്നും, എനിക്ക് ആ ക്ലൈമാക്സ് റിവീൽ ചെയ്യുന്ന എനിക്ക് ഇച്ചിരി കൂടി എനിക്ക് അങ്ങോട്ട് ആ ഒരു ഭാഗത്ത് ക്ലാരിറ്റി കിട്ടിയില്ല. എനിക്ക് അങ്ങോട്ട് ക്ലാരിറ്റി കിട്ടാത്തതുകൊണ്ട് തന്നെ എനിക്ക് ക്ലൈമാക്സ് അത്ര തൃപ്തികരമല്ലായിരുന്നു. ബാക്കി എല്ലാം തന്നെ എങ്ങനെയാണോ നമ്മൾ ഈ പറയുന്ന മലയാള സിനിമകളൊക്കെ അതിൻ്റെ ഫോറൻസിക്കും 5-ാം പാതിരയൊക്കെ കണ്ടിരിക്കുന്ന പോലെ തന്നെ, നമ്മൾ രാക്ഷസനൊക്കെ കാണുന്ന പോലെ ആ കില്ലറിൻ്റെ എൻട്രി, പല ടൈമുകളിൽ അയാൾ വന്ന് ആക്രമിക്കുന്ന രീതി, അയാളെ നമുക്ക് തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ കില്ലറിനെ നമ്മൾ റിവീൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആരാണ് ഈ കൊലയാളി എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ
നമുക്ക് അതൊരു ക്യൂരിയോസിറ്റിയാണ്. ക്ലൈമാക്സ് എത്തും ഇനിയിപ്പോൾ ഈ കഥയിലുള്ള ആരേലും ആണോ കൊലയാളി, അതോ ഇനി പുതിയതായിട്ടൊരു ആരേലും കണ്ടെത്തി അയാൾ കൊലയാളിയാണോ, അങ്ങനെ നമുക്കൊരു തോന്നുന്ന ഒരു രീതിയിലേക്ക് ഈ കഥ നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു നോവലായിട്ട് എനിക്കിത് തോന്നി. നിങ്ങൾ പരകായം വായിച്ചവരാണോ എങ്കിൽ നിങ്ങൾക്ക് ഈ നോവൽ ഇഷ്ടപ്പെട്ടോ എന്നുള്ള നിങ്ങളുടെ കമൻറ്റുകളും ഫീഡ്ബാക്സും കൂടി ഈ വീഡിയോയുടെ താഴെ ഇടുമല്ലോ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂടുതൽ ലൈക്കുകളും കമൻറ്റുകളും കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി.